Cruising down the highway, windows down low. Sunset paints the sky in a fire glow. Mountains rise up, touching clouds എല്ലാവർക്കും സുഖാണ്. അമ്മന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടി പോവാണ്. ഇന്ന് കാണാൻ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്തോ. നിങ്ങളൊന്ന് അടിച്ചോളൂ കേട്ടോ. നിങ്ങളും കൂടുതൽ വീഡിയോ തോന്നുള്ളൂ. ഞാനും അച്ഛൻ കളിക്കുമ്പോ ബേബി ബോബൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിന്റെ പിക്കറ്റ് 4 അപ്പൊ എല്ലാം 4 കൊടുത്തു. ഉമ്മിയും ദീദിയും ഇവിടെ പിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ പോയി. അന്ന് ഷൈച്ചൂക്ക് അത് എഴുതി കൊടുത്താല്. അപ്പൊ ഞങ്ങൾ തെങ്ങിന്റെ ശബ്ദം കേട്ടു. ഇന്നെ ഇച്ചുന് മേലെ കേട്ടിട്ടാണ് ഇച്ചുന്റെ പറ്റി. എന്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? ഞങ്ങള് തെങ്ങിന്നടങ്ങിയ കോഴിക്കോട് വെച്ചാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോക്ക് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ കുറച്ച് തോനെ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 8 പേരുണ്ട്. ഒരു ഓട്ടോയിൽ 4 പേർക്കേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 ഓട്ടോ വിളിക്കേണ്ടി വന്ന് ഞങ്ങളൊരു ഫാമിലി, മാമൻ്റെ മേമ, അങ്ങനെ അവരൊരു ഫാമിലി, അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിലെത്തി. ഞങ്ങൾക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങൾ ഓട്ടോക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 80 രൂപ വേണം. 50 രൂപയാണ് അവിടുത്തെ ഫീസ്. അപ്പോൾ 80 രൂപ വേണം. കാരണം നൈറ്റ് 10 മണി ആയതുകൊണ്ട് തന്നെ 50 രൂപ എക്സ്ട്രാ 80. മാമൻ കയറിയ വേണ്ടിയിട്ട് ഓട്ടോക്കാരന് ഭയങ്കര സീനാക്കി. അപ്പോൾ അയാൾക്ക് 100 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കുറേ നേരത്തെ സംസാരം തല്ലേന്ന് ഉദ്ദേശിച്ച് സംസാരത്തിലുള്ള തല്ലുണ്ട്. അങ്ങനെ കുറേ നേരത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനം സ്റ്റാൻഡിൽ കയറി. ബത്തേരി ബസ് കുറേ തിരഞ്ഞു. ആദ്യത്തെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ 2ാമത്തെ ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ വീട്ടിലെത്തി. അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റില്ല. ആയുഷും നല്ല ടയർഡായിരുന്നു, ഞാനും നല്ല ടയർഡായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ വൈകിട്ടായിരുന്നു ഫങ്ഷൻ. ആയുഷ് ഭയങ്കര ഡാൻസ് കളിയിലാണ്. നല്ല പാട്ടൊക്കെ വെച്ചു. അത് സ്റ്റേജിൽ കയറി ഭയങ്കര കളിയാണ്. സത്യം പറഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരെയും കണ്ട് സന്തോഷവും ഡാൻസ് കളിച്ച് സന്തോഷവും. അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. പാട്ട് വെക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഡാൻസ് കളിച്ചു. അവളെ പിന്നെ കൈ കിട്ടിയിട്ടേ ഇല്ല. അവൾ സ്റ്റേജിന് മുകളിൽ തന്നെയായിരുന്നു. ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നിട്ടില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവൾ കുറേ എൻജോയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരാനായി. ഇത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് ടാസ്ക് ചെയ്തതാണ് ഐഷുട്ടി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ടാസ്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അവൾക്ക് മെനു കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിലേതെങ്കിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.